തെരഞ്ഞെടുപ്പിന്റെ ആവേശം ജനങ്ങളിലേക്ക് പകരാൻ കെഎസ്ആർടിസിയുടെ ഡബിൾ ഡെക്കർ ബസ് ഇടുക്കി മൂന്നാറിലെത്തി. ഇടുക്കിയിൽ ആദ്യമായി എത്തിയ ഡബിൾ ഡെക്കർ ബസ് വിനോദസഞ്ചാരികൾക്കും ഒപ്പം തന്നെ തദ്ദേശീയർക്കും കൗതുക കാഴ്ചയായി മാറി. സൗജന്യ നിരക്കിലാണ് യാത്രയെങ്കിലും പാസ് മുഖേന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും വോട്ടർമാരെ ഓർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെഎസ്ആർടിസിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മൂന്നാറിൽ നിന്നും ആനിറങ്കൽ വരെയാണ് ബസ് സർവീസ് നടത്തുക. ദിവസേന 3 സർവീസ് ഉണ്ടായിരിക്കും. മൂന്നാർ കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് സിഗ്നൽ പോയിന്റ്, ഗ്യാപ്പ് റോഡ്, ആനയിറങ്കൽ, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തി തിരികെ ഡിപ്പോയിലെത്തും. രാവിലെ 9 മുതൽ 11 വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ എന്നിങ്ങനെയാണ് 3 സർവീസുകൾ. ബസിന്റെ 2 നിലകളിൽ ഓരോന്നിലും 25 വീതം ആകെ 50 പേർക്ക് യാത്ര ചെയ്യാനാകും. സൗജന്യ നിരക്കിലാണ് യാത്രയെങ്കിലും പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. சென்னையில் நிறைய பஸ் ட்ரை பண்ணியிருக்கோம் ஒரு 4-5 இயர்ஸ்க்கு முன்னாடி. ஸோ கேரளாவில் ஃபஸ்ட் டைம் அதுவும் டபுள் இது இருக்கிறதுனால ஒரு புது எக்ஸ்பீரியன்ஸ் எங்களுக்கு. ப்ளஸ் நாங்கள் வந்து சூரியநெல்லி மார்னிங் கிளம்புறதா இருந்தோம். ஸோ இதே ரேட்டில் அன்றைக்கி ஈவினிங்கே கிளம்புறது வந்து எங்களுக்கு புது എക്സ്പീരിയൻസ്. സോ ரொம்ப നല്ലതായിരിക്കും. എക്സ്പീരിയൻസ് ആണ്. എനിക്കൊന്നും ആദ്യമായിട്ടാണ് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ ഇതുപോലൊരു വരുന്നതെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു. മൂന്നാറിലെ DTPC കൗണ്ടറിൽ നിന്നും പൊതുജനങ്ങൾക്ക് സൗജന്യമായി പാസ് ലഭിക്കും. ബസ് പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ് പാസ് നൽകി തുടങ്ങും. ബസ്സിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. വരുന്ന ചൊവ്വാഴ്ച വരെ ബസ് സർവീസ് ഉണ്ടാകും. മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി സൗജന്യമായി ആനയിറങ്കൽ ജലാശയവും ഗ്യാപ്പ് റോഡും കാണാം. ക്യാമറമാൻ AP രാജിക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.